കൊല്ലത്ത് ഗതാഗത മന്ത്രി മിന്നൽ പരിശോധന നടത്തിയ KSRTC ബസ്സിന് മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ല. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതായിട്ട് ഒരു മാസം പിന്നിട്ടതായി കണ്ടെത്തൽ. ബസ്സിനുള്ളിലെ പ്ലാസ്റ്റിക് മാലിന്യം പിടികൂടാൻ ഇന്നലെയാണ് മന്ത്രി മിന്നൽ പരിശോധന നടത്തിയത്. പൊൻകുന്നം ഡിപ്പോയിലെ ബസ്സിലായിരുന്നു മന്ത്രിയുടെ മിന്നൽ പരിശോധന. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, മന്ത്രിയുടെ പരിശോധനയെ ജീവനക്കാർ പക്ഷേ മറ്റൊരു കണ്ണിലൂടെയാണ് കാണുന്നത്. യൂണിയന്റെ ഭാഗത്ത് നിന്നടക്കം എതിർപ്പുകളുണ്ട്. ഏതായാലും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലായിരുന്നു എന്നുള്ള ഗുരുതരമായ വിവരം കൂടി പുറത്തേക്ക് വരികയാണല്ലേ? തീർച്ചയായിട്ടും ലക്ഷ്മി പത്മ, കഴിഞ്ഞ ദിവസമായിരുന്നു മന്ത്രി ഇത്തരത്തിൽ ഈ വാഹനത്തിന്റെ മുൻവശത്ത് പ്ലാസ്റ്റിക് കുപ്പികൾ ഇട്ടിരിക്കുന്നത് കണ്ട് ഈ വാഹനത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് പത്തനാപുരത്തേക്ക് പോകുമ്പോഴേ ഈ വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് ഈ ബസ്സിനുള്ളിൽ കയറുകയും പിന്നീട് ബസ്സിന് മുമ്പിൽ വെച്ച് തന്നെ ഡ്രൈവറെ വിളിച്ചിറക്കി ശകാരിക്കുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ യൂണിയനുകൾ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഈ ബസ്സിന്, അതായത് പൊൻകുന്നം ഡിപ്പോയിലെ KL 15A0209 എന്ന ബസ്സിലെ പൊല്യൂഷൻ കഴിഞ്ഞത് PUCC വാലിഡ് അപ് ടു 7 ഓഗസ്റ്റിന് ഇതിന്റെ പൊല്യൂഷൻ കഴിഞ്ഞതായിട്ടാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് യൂണിയനുകളാണ് ഈ വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇത് പരിശോധിക്കേണ്ടത് ആരാണ്? അതായത് ഒരു ബസ്സിന് മുന്നിൽ പ്ലാസ്റ്റിക് കിടക്കുമ്പോൾ മന്ത്രി ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് പിടികൂടുകയും ഈ ഉദ്യോഗസ്ഥരെ ശകാരിക്കുകയും ചെയ്യുന്ന മന്ത്രി ഇത്തരത്തിൽ ഇത് എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല? ബസ്സിന്റെ പൊല്യൂഷൻ തീർത്ത് എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല? പൊല്യൂഷൻ തീർന്നിട്ട് പോലും ആ ബസ്സുകൾ നിരത്തിൽ ഓടുകയാണ് എന്നാണ് ഇപ്പോൾ യൂണിയനുകൾ പുറത്തുവിടുന്നത്. എന്തായാലും മന്ത്രി യൂണിയനുകളും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഈ വിവരങ്ങൾ പുറത്തുവിട്ടതും യൂണിയനുകൾ തന്നെയാണ് ലക്ഷ്മി പത്മ. തീർച്ചയായും ആ മിന്നൽ പരിശോധനയിലുള്ള യൂണിയനുകളുടെ അമർഷമാണ് ഇപ്പോൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള വിവരത്തിലേക്ക്, അത് പുറത്തേക്ക് എത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ പങ്കുവച്ചത്.